79ാം സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ച് രാജ്യം. ആണവ ഭീഷണി ഉയർത്തിയ പാകിസ്ഥാന് ചുട്ട മറുപടിയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിന പ്രസംഗം. രാജ്യത്തെ യുവാക്കൾക്കും ഇടത്തരക്കാർക്കുമായി പ്രധാനമന്ത്രി വൻ പദ്ധതികളും പ്രഖ്യാപിച്ചു. ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി ത്രിവർണ പതാക ഉയർത്തിയതോടെയാണ് രാജ്യത്ത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് തുടക്കമായത്. ആണവ ഭീഷണി തുടർന്നാൽ ലക്ഷ്യങ്ങൾ സായുധസേന തീരുമാനിക്കുമെന്ന് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പാകിസ്ഥാന് പ്രധാനമന്ത്രിയുടെ മുന്നറിയിപ്പ്. 22 तारीख के बाद हमने हमारे सेना को खुली छूट दे दी. रणनीति वो तय करे, लक्ष्य वो तय करे. सैकड़ों किलोमीटर दुश्मन की धरती पर घुस करके സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് പുനഃപരിശോധിക്കില്ല. അമേരിക്കയുടെ തീരുവ യുദ്ധത്തിന് സ്വാശ്രയത്വത്തിലൂടെ മറുപടി നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രസംഗത്തിൽ വൻ പ്രഖ്യാപനങ്ങളും പ്രധാനമന്ത്രി നടത്തി. ദീപാവലി സമ്മാനമായി ഉത്പന്നങ്ങൾക്ക് വില കുറയ്ക്കുന്ന GST പരിഷ്കരണം പ്രഖ്യാപിച്ചു. യുവാക്കൾക്കായി 1 ലക്ഷം കോടി രൂപയുടെ പദ്ധതി വീക്ഷിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് ഇന്ന് തുടക്കമാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 1 മണിക്കൂറും 44 മിനിറ്റുമായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം. ചെങ്കോട്ടയിലെ ഏറ്റവും ദൈർഘ്യമേറിയ സ്വാതന്ത്ര്യദിന പ്രസംഗമായിരുന്നു ഇത്തവണത്തേത്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.